ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഊട്ടിയിലുള്ള ഒരു പാർക്കിലാണ് ഉള്ളത്. അപ്പോൾ ഈ പാർക്ക് ഊട്ടിയിലെ വൃന്ദാവനം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ വലിയൊരു പാർക്കാണ്. ഇവിടെ നമുക്ക് പാർക്ക് എന്ന് വെച്ചാൽ അമ്യൂസ്മെൻറ്റ് പാർക്കല്ല കേട്ടോ. നമുക്കിവിടെ കുറേ ഫ്ലവേഴ്സ് എല്ലാം കാണാൻ പറ്റും. ഇവിടെ നമുക്ക് മെയ്സ് എല്ലാം ഉണ്ട് കേട്ടോ. അത് നമുക്ക് ചെടികളെല്ലാം വെച്ചിട്ടുണ്ടാക്കിയ ഒരു മെയ്സൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് താഴോട്ട് നോക്കുവാണെങ്കിൽ വലിയൊരു ഗ്രൗണ്ടുണ്ട്, ഗ്രാസ് വെച്ചിട്ടുള്ള വലിയൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതേപോലത്തെ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഇതേപോലെ പിന്നെ നമുക്ക് ഇവിടുന്ന് ചെടികളൊക്കെ വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇതേപോലെ ഞങ്ങൾ ചെന്നപ്പോൾ ഇവിടെ ഇതേപോലെ ഈ ചെടി ഇങ്ങനെ ഷെയ്പ്പാക്കി എടുക്കുന്നുണ്ടായിരുന്നു. അവർ എല്ലാ ചെടികളും ഷെയ്പ്പാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഈ പൂക്കളാണെങ്കിലും ബാക്കിയുള്ള ഏത് ചെടിയാണെങ്കിലും അവർ ഷെയ്പ്പാക്കിയാട്ടോ വെച്ചിരിക്കുന്നത്. അതാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റി. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഉരുണ്ട് കളിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ഇതേപോലെ നിലത്തിരുന്ന് ഇതേപോലെയൊക്കെ ഫോട്ടോ എടുക്കാം. പിന്നെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ വലിയൊരു പോണ്ട് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇതേപോലെ രാത്രിയിലെല്ലാം കുറേ ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ കുറേ മീനുകളുണ്ട്. ഈ മീനുകളുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഗൈസ്. അപ്പോൾ പിന്നെ നമുക്കിവിടെ ഇതേപോലെ ചെറിയൊരു പോണ്ട് പോലെ വേറെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ കുറേ എന്തൊക്കെയോ ഉണ്ട്. ഇതെന്താണെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ ഗൈസ്. ഇവിടെ എന്തോ പണിയാൻ പോകാമെന്നൊക്കെയാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലെ കൂടെ നമുക്കൊരു ഫുട്പാത്ത് ഉണ്ട്. പിന്നെ അതിലെ കൂടെ പോയാൽ നമുക്ക് വലിയൊരു ബ്രിഡ്ജാണ് കേട്ടോ. ആ ബ്രിഡ്ജിൽ കൂടെ കയറിയാൽ നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ടെത്താം. അതിൻ്റെ അടിയിൽ ഒരു വലിയൊരു ലേക്ക് അല്ല, ഒരു പൂള് പോലെയാണ് ആക്കിയേക്കുന്നത്. പക്ഷെ എന്നാലും ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. അവിടെയാണ് അതിൻ്റെ അടിയിലായിട്ടാണ് ലൈറ്റ് ഷോ എല്ലാം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഒക്കെ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ആ ബ്രിഡ്ജ് കയറുമ്പോഴത്തേക്കും മറ്റേ അമേരിക്കയിലെ ഒരു ബ്രിഡ്ജ് അല്ലേ, ആ ഒരു ബ്രിഡ്ജ് കയറിയൊരു ഫീലാണ് വരുന്നത്. നമുക്കിവിടെ പിന്നെ നമുക്ക് ഗ്രേപ്സ് എല്ലാം വളർത്തുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് ഇവിടെ വലിയൊരു ഗാർഡനാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ കുറേ പൂക്കളുണ്ട്. നമുക്ക് നന്നായിട്ട് കണ്ടാസ്വദിക്കാം. നമ്മൾ സ്ട്രെസ്സായിട്ടൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ സ്ട്രെസ്സെല്ലാം ഒന്ന് റിലീഫ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങോട്ട് വരാൻ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.